ഒരു ചില ബൈക്ക് സ്പീഡിന് വേണ്ടി, വേറെ ചില ബൈക്ക് സ്റ്റൈലിന് വേണ്ടി, ഒരൊറ്റ ഒരു ബൈക്ക് മാത്രമാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പെക്ടിന് വേണ്ടിയിട്ട്. പല ബ്രാൻഡ് എന്തൊക്കെയോ ചെയ്തു നോക്കി, പക്ഷെ 2 തലമുറയായിട്ട് ഈ ഒരു ലെജൻഡിനെ തകർക്കാൻ ആർക്കും തന്നെ പറ്റിയിട്ടില്ല. ക്ലീൻ ആയിട്ടുള്ള ക്ലാസിക് ഡിസൈൻ, റെട്രോ ഹെഡ് ലാമ്പ്, അതേപോലെ തന്നെ G2 ഇൻസ്പയർഡ് ആയിട്ടുള്ള ടാങ്ക്, ഇതൊക്കെ ഉണ്ടല്ലോ റോഡിൽ ഒരു നല്ലൊരു സ്റ്റാൻസ് വരും ഈ ഒരു വണ്ടി. 350cc ലോങ് സ്റ്റോക്ക് എയർ കൂൾഡ് എഞ്ചിൻ, റോഡിൽ ഇതിന്റെ ശബ്ദം ഉണ്ടല്ലോ തനി ലെജൻഡായി തോന്നും. ഈ ഒരു വണ്ടിന്റെ മേലെ കയറി ഇരുന്ന് ആ ഫുഡ് പെഗിൽ കാല് വെച്ച് ഫസ്റ്റ് ഗിയറിലിട്ട് പയ്യ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ശബ്ദവും നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡും ആ സീറ്റിംഗ് പൊസിഷനും എല്ലാം കൂടെ നമുക്കൊരു നല്ലൊരു ഫീൽ ആയിരിക്കും ഈ ഒരു വണ്ടി ഓടിക്കും തരിക. പിന്നെ ഇതിന്റെ ഒരു കളർ ഉണ്ട്. എല്ലാ വണ്ടികൾക്കും ഇവർ ഒരു ക്രോം എലമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരൊറ്റ ഒരു സ്റ്റെൽട്ടൺ ബ്ലാക്ക് പറഞ്ഞിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടിയിൽ മാത്രം ഏതൊരു സ്റ്റൈലിൽ നോക്കിയാലും നമുക്ക് ക്രോം എലമെന്റ് കാണാൻ പറ്റും. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എഞ്ചിനായാലും എക്സോസ്റ്റ് ആയാലും ടാങ്ക് ആയാലും എല്ലാവരും ബ്ലാക്ക് കൊണ്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിന്റെ അഗ്രസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു റെഡ് സ്ട്രിപ്പും പാടെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി ഏത് സൈഡിൽ നോക്കിയാലും ഞാൻ പറഞ്ഞ ആ ഒരു മര്യാദ, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു റെസ്പെക്ട് എപ്പോഴും ഈ ഒരു വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കും.